പാർലമെന്റ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തുന്നതിൽ വിമർശനം ശക്തം. പാർലമെന്റ് സമ്മേളനത്തിനിടെയുള്ള യാത്ര ജനങ്ങളോടുള്ള അവഹേളനമെന്ന് ബിജെപി ആരോപിച്ചു. രാഹുലിന്റെ യാത്രയെ മാത്രം ചോദ്യം ചെയ്യുന്നത് എന്തിനെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഈ മാസം 15 മുതൽ 20 വരെയാണ് രാഹുലിന്റെ വിദേശയാത്ര. ഈ മാസം 19-നാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത്. राहुल गांधी जी इज अ नॉन रेसिडेंट इंडियन पॉलिटिशियन. वो भारत में जितना रहते हैं उससे ज्यादा विदेश में रहते हैं. उनका मन विदेश में है. इन द मिडल ऑफ पार्लियामेंट सेशन 5-6 दिन की छुट्टी लेकर विदेश यात्रा करना उनके सीरियसनेस दिखाता है. आई थिंक इंडिया डिजर्व्स इंडिया रेसिडेंट लीडर ऑफ ऑपोजिशन who really cares about this country and who takes his job seriously. In the next term, when the Congress party will be in the opposition for another term, a good sense will prevail upon them and they will choose a more responsible leader of opposition for the country. Modi ji spent almost half his working time outside the country. Why are they raising questions on the leader of the opposition travelling? ആദിൽ പാലോട് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദിൽ, പ്രധാനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വിദേശയാത്രയാണോ ഇന്ന് ലോക്സഭയിൽ പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വന്നത്? ഇപ്പോൾ ബിജെപി പറയുന്നത് ഈ സമ്മേളനത്തിനിടയിൽ അവധി എടുത്തുകൊണ്ട് പോകുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന് ചേരുന്ന പ്രവൃത്തിയല്ല എന്നുള്ളതാണ്. ഈ വിമർശനത്തെ ഏത് തരത്തിലാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്? അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെ അവരെ ഏത് തരത്തിൽ ഈ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു? പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഈ മാസം 19-നാണ് അവസാനിക്കുന്നത്. രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ മാസം 15 മുതൽ 20 വരെയുള്ള 5 ദിവസങ്ങളിലാണ്. ഈ യാത്രയെ ചൊല്ലിയാണ് ഇപ്പോൾ വിമർശനവും വിവാദവും ഉണ്ടാകുന്നത്. ബിജെപി പരിഹാസവും വിമർശനവും അതിരൂക്ഷമായ പ്രതികരണങ്ങളുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കെതിരെ നടത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ നേതാവിനെയാണ് പാർലമെന്റിലും അല്ല രാജ്യത്തിനും ഒരു പ്രതിപക്ഷ നേതാവായി വേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ മനസ്സും ചിന്തയും എല്ലാം വിദേശത്ത് തന്നെയാണ് എന്ന വിമർശനം ബിജെപി നേതാക്കൾ ഉന്നയിക്കുകയാണ്. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് വിമർശനം തിരിച്ചടിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയെക്കുറിച്ച് മാത്രം എന്തിനും സംസാരിക്കണം? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പകുതി സമയവും വിദേശത്താണുള്ളത്. ആദ്യം പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളെ കുറിച്ച് ചോദിക്കും, പിന്നീട് പോരെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര എന്ന മറുചോദ്യമാണ് പ്രിയങ്ക ഗാന്ധി ഉയർത്തുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായി പാർലമെന്റ് നടക്കുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 19-ാം തീയതി പാർലമെന്റ് സമ്മേളനം അവസാനിക്കും എന്നിരിക്കുകയാണ്. അതിനു മുൻപുള്ള 4 ദിവസം രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് പോകുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.